Mechanics 4 degree classes. Some problems. First one. If the magnitude of the force of attraction between a particle of mass m1 and one of mass m2 is given by F equals k into m1 m2 by x square, where k is a constant and x is the distance between the particles, find A, the potential energy function, and B, the work required to increase the separation of the masses from x equals x1 to x equals x1 plus d, small d. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എഫ് ഈക്വൽസ് കെ എം വൺ എം ടു ബൈ എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്. അട്രാക്ഷൻ ആയതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എഫ് ഈക്വൽസ് മൈനസ് കെ എം വൺ എം ടു ബൈ എക്സ് സ്ക്വയർ. എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ഗ്രേഡിയൻറ്റ്, ഫോഴ്സ് ഈസ് ദി നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വൺ ഡയമെൻഷൻ കേസ് ആകുമ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് കൊടുക്കാം. ഫ്രം വിച്ച് ഡി യു ഈക്വൽസ് മൈനസ് എഫ് ഡി എക്സ് ഓർ യു ഈക്വൽസ് മൈനസ് ഇൻറ്റഗ്രൽ എഫ് ഡി എക്സ്. ഈ എഫ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മൈനസ് അങ്ങ് പ്ലസ് ആകും. അപ്പോൾ യു ഈക്വൽസ് കെ എം വൺ എം ടു കോൺസ്റ്റൻ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു എക്സ്. പൊട്ടൻഷ്യൽ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്നും കൺസേൺഡ് പോയിന്റിലേക്ക് ആണ് ഇൻ്റഗ്രേഷൻ നടത്തേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു എക്സ് ഓഫ് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ. ഇത് വൺ ബൈ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് വൺ ബൈ എക്സ് ആണ്. അപ്പോൾ ചുരുക്കത്തിൽ യു ഈക്വൽസ് മൈനസ് കെ എം വൺ എം ടു ബൈ എക്സ് എന്ന് കിട്ടും. ഇതാണ് എയുടെ ആൻസർ. പൊട്ടൻഷ്യൽ എനർജി ഫങ്ഷൻ കിട്ടി. ഇനി ബി ചോദിച്ചിരിക്കുന്നത് വർക്ക് റിക്വയർഡ് എക്സ് വണ്ണിൽ നിന്നും ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം എക്സ് വൺ ആയിരുന്നത് എക്സ് വൺ പ്ലസ് ഡിയിലേക്ക് മാറ്റാൻ ചെയ്യേണ്ട വർക്കാണ്. വർക്ക് ഈക്വൽസ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. സോ വർക്ക് ഈക്വൽസ് ഇതിന് ലിമിറ്റ്സ് കൊടുത്താൽ മതി. വിത്തിൻ ദി ലിമിറ്റ്സ് എക്സ് വൺ ടു എക്സ് വൺ പ്ലസ് ഡി. That is minus k m1 m2 into 1 by upper limit x1 plus d minus 1 by lower limit x1. It is simplify, we will get it as w equals k m1 m2 d by x1 into x1 plus d. That is the answer. Another one. The potential energy corresponding to a certain two-dimensional force field is given by u xy. u കഴിഞ്ഞു ബ്രാക്കറ്റിനകത്ത് xy equals half k into ബ്രാക്കറ്റിനകത്ത് x square plus y square. half k into x square plus y square. Question A. Derive fx and fy, x component of f and y component of f, fx and fy, and describe the vector force at each point in terms of its Cartesian coordinates. B. Derive fr and f theta, subscript fr and f theta, and describe the vector force at each point in terms of the polar coordinates r and theta of the points. C. Can you think of a physical model of such a force? ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് തന്നിട്ടുണ്ട്. യു എക്സ് വൈ ഈക്വൽസ് ഹാഫ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ പാർട്ടിക്കിൾ എന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ആർ, വെക്ടർ ആർ, ഇത് ആംഗിൾ. അപ്പോൾ ഇത് ആർ തീറ്റ കോർഡിനേറ്റ്സ്, ഇത് എക്സ്, ഇത് വൈ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. അപ്പോൾ നമുക്കറിയാം എഫ് എക്സ് ഈക്വൽസ് മൈനസ് ഡി യു ബൈ ഡി എക്സ്, നെഗറ്റീവ് ഓഫ് ഗ്രേഡിയൻ്റ്. അപ്പോൾ ഓരോ കമ്പോണൻ്റ് എടുക്കുമ്പോൾ മൈനസ് ഡി യു ബൈ ഡി എക്സ്.
അപ്പോൾ ഇതിനെ പാർഷ്യൽ ഡിഫറൻഷ്യലാണ്. ഇതിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം പാർഷ്യൽ ആയതുകൊണ്ട് വൈ കോൺസ്റ്റൻ്റ് എടുക്കണം. അപ്പം -12k ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 2x. വൈ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ 0 എന്ന് എടുക്കണം. എക്സ് കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈ ഈസ് എ കോൺസ്റ്റൻറ്റ്. ചുരുക്കത്തിൽ fx ഈക്വൽസ് -kx എന്ന് വരും. ഹാഫും 2xൻ്റെ 2ഉം കൂടെ ക്യാൻസൽ ചെയ്യും. ഇതുപോലെ fy ഈക്വൽസ് -∂u/∂y. ഇത് അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് എന്ന് എടുക്കണം. അപ്പോൾ -ky എന്ന് കിട്ടും. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അപ്പോൾ ഫോഴ്സ് കമ്പോണൻസ് കിട്ടി. ഇനി അത് ഫോഴ്സ് വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഫോഴ്സ് ഇൻ വെക്റ്റർ ഫോം F ഈക്വൽസ് I cap Fx പ്ലസ് JFy. രണ്ടിനകത്ത് -k കോൺഫാക്ടറായിട്ട് വരും. -k ഇൻറ്റു IX പ്ലസ് JY. നമുക്കറിയാം IX പ്ലസ് JY എന്ന് പറയുന്നത് ദറ്റ് ഈസ് വെക്റ്റർ R 2 ഡയമെൻഷനിൽ. അപ്പോൾ F ഈക്വൽസ് -k ഇൻറ്റു R. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ഈ ഫോഴ്സ് വെക്ടർ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഇനിയും എക്സ് ഈ ഫിഗർ ചെയ്യുന്ന എക്സ് ഈക്വൽസ് ആർ കോസ് തീറ്റ. ഇതാ എക്സ് ഹൈപ്പോട്ടിന്യൂസ് ആറ്. അപ്പോൾ എക്സ് ഈക്വൽസ് ആർ കോസ് തീറ്റ. വൈ ഇത് വൈ ആണ്, ഇതും വൈ ഈക്വൽസ് ആർ സൈൻ തീറ്റ. എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് തീറ്റ, ആർ തീറ്റ പോളാർ കോർഡിനേറ്റ്സ് ½ k ഇൻറ്റു ഈ സ്റ്റാർട്ടിങ് ഇക്വേഷനകത്ത് എക്സിൻ്റെ വൈയുടെ സ്ഥാനത്ത് ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ½ k ഇൻറ്റു ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ദറ്റ് ഈസ് യു ആർ തീറ്റ ഈക്വൽസ് ½ k ആർ സ്ക്വയർ കോൺഫാക്ടർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് 1. ചുരുക്കത്തിൽ യു ആർ തീറ്റ ഈക്വൽസ് ½ k ആർ സ്ക്വയർ. ഇതാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ. എങ്കിൽ എഫ് ആർ component of F in terms of R. Fr equals -∂u/∂r. അപ്പോൾ ഇതിനെ R കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ദറ്റ് ഈസ് -12k ഇൻറ്റു 2r ഓർ -kr. എഫ് തീറ്റ -∂u/∂θ. ഇവിടെ ഇപ്പോൾ തീറ്റ വരുന്നില്ലല്ലോ, തീറ്റ R മാത്രമേ ഉള്ളൂ. അപ്പോൾ തീറ്റ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അങ്ങ് 0 ആവും. അപ്പോൾ Fr ഈക്വൽസ് -kr ആൻഡ് F തീറ്റ ഈക്വൽസ് 0. Fr ഈക്വൽസ് -kr ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫിസിക്കൽ മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് ഇത് ഫിസിക്കലായിട്ട് എവിടെ അപ്ലൈ ആവുന്ന പോസിബിൾ ആകുന്നത് ഹാർമോണിക് ഓസിലേറ്റർ. അതാണ് മൂന്നാമത്തെ ആൻസർ. ഷോ ദാറ്റ് വെൻ friction is present in an otherwise conservative mechanical system, the rate at which mechanical energy is dissipated equals the frictional force times the speed at that instant, or d by dt of K plus U. K plus U bracket NASA. K is the kinetic energy and U is the potential energy. D by dt of K plus U equals minus small f into V, where small f is the frictional force and V is the velocity or speed. മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി മസ്റ്റ് ബി ഈക്വൽ ടു വർക്ക് ഡൺ അഗൻസ്റ്റ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അപ്പോൾ ഫ്രിക്ഷനെതിരെ ചെയ്യുന്ന വർക്ക് ആ സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി ഉപയോഗിച്ചാണ് അവിടെ വർക്ക് നടക്കുക. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി ഡെൽറ്റ ഇ ഈക്വൽസ് വർക്ക് ഡൺ അഗൻസ്റ്റ് ഫ്രിക്ഷനാണ്. അപ്പോൾ -W. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ കൈനറ്റിക് പ്ലസ് ഡെൽറ്റ പൊട്ടൻഷ്യൽ. കൈനറ്റിക് എനർജി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽസ് work is minus F force into displacement minus F into delta S. Equation delta T time increment ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യപ്പോൾ ഡെൽറ്റ കെ ബൈ ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ഈക്വൽസ് -F ഇൻറ്റു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി. ഇതിൻ്റെ ലിമിറ്റ് അങ്ങ് എടുക്കുക ആസ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അപ്പോൾ ഇത് ഡി കെ ബൈ ഡി ടി എന്നാകും പ്ലസ് ഡി യു ബൈ ഡി ടി ഈക്വൽസ് -F ഇൻറ്റു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ദറ്റ് ഈസ് ഡി എസ് ബൈ ഡി ടി ഓർ വെലോസിറ്റി. ഡി ബൈ ഡി ടി ഓഫ് കെ പ്ലസ് യു എന്നെഴുതാം, കോമൺ ഓപ്പറേറ്റർ ആണല്ലോ. ഡി ബൈ ഡി ടി ഓഫ് കെ പ്ലസ് യു ഈക്വൽസ് -FV. ദാറ്റ്സ് ഓൾ. താങ്ക് യു.